യെശയ്യാവ് അദ്ധ്യായം 8. യഹോവ എന്നോട് കൽപ്പിച്ചത്, നീ ഒരു വലിയ പലകയെടുത്ത് സാമാന്യ അക്ഷരത്തിൽ മഹേർ ഷാലാൽ ഹാഷ് ബസ് എന്ന് എഴുതുക. ഞാൻ ഊരിയ പുരോഹിതനെയും എബെരെഖ്യാവിൻ മകനായ സെഖര്യാവെയും എനിക്ക് വിശ്വസ്ത സാക്ഷികളാക്കി വയ്ക്കും. ഞാൻ പ്രവാചകിയുടെ അടുക്കൽ ചെന്ന്, അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. യഹോവ എന്നോട് അവന് മഹേർ ഷാലാൽ ഹാഷ് ബസ് എന്നു പേർ വിളിക്ക. ഈ കുട്ടിക്ക് അപ്പാ അമ്മേ എന്ന് വിളിപ്പാൻ പ്രായമാകും മുമ്പേ ദെമേശെക്കിലെ ധനവും ശമര്യയിലെ കൊള്ളയും അശ്ശൂർ രാജാവിന്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ടുപോകും എന്നരുളി ചെയ്തു. യഹോവ പിന്നെയും എന്നോട് അരുളി ചെയ്തതെന്തെന്നാൽ, ഈ ജനം സാവധാനത്തോടെ ഒഴുകുന്ന ഷീലോഹ വെള്ളത്തെ നിരസിച്ച് രസീനിലും രമല്യാവിൻ മകനിലും സന്തോഷിക്കുന്നതുകൊണ്ട്, അതു കാരണത്താൽ തന്നെ യഹോവ നദിയിലെ ബലമേറിയ പെരുവെള്ളത്തെ അശ്ശൂർ രാജാവിനെയും അവന്റെ സകല മഹത്വത്തെയും തന്നെ അവരുടെ മേൽ വരുത്തും. അത് അതിന്റെ എല്ലാ തോടുകളിലും പൊങ്ങി അതിന്റെ എല്ലാ കരകളെയും കവിഞ്ഞൊഴുകും. അത് യഹൂദയിലേക്ക് കടന്ന് കവിഞ്ഞൊഴുകി കഴുത്തോളം എത്തും. അതിന്റെ വിടർന്ന ചിറക് ഇമ്മാനുവേലേ നിന്റെ ദേശത്തിന്റെ വീതിയെ മൂടും. ജാതികളെ കലഹിപ്പിൻ, തകർന്നു പോകുവിൻ. സകല ദൂരദിക്കുകാരുമായുള്ളവരെ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. അര കെട്ടിക്കൊള്ളുവിൻ, തകർന്നു പോകുവിൻ. അര കെട്ടിക്കൊള്ളുവിൻ, തകർന്നു പോകുവിൻ. കൂടി ആലോചിച്ചുകൊള്ളുവിൻ, അത് നിഷ്ഫലമായി തീരും. കാര്യം പറഞ്ഞുറപ്പിൻ, സാധ്യമുണ്ടാകയില്ല. ദൈവം ഞങ്ങളോട് കൂടെ ഉണ്ട്. യഹോവ ബലമുള്ള കൈകൊണ്ട് എന്നെ പിടിച്ച് എന്നോട് അരുളി ചെയ്തു, ഞാൻ ഈ ജനത്തിന്റെ വഴിയിൽ നടക്കാതെ ഇരിക്കേണ്ടതിന് എനിക്ക് ഉപദേശിച്ചു തന്നതെന്തെന്നാൽ, ഈ ജനം കൂട്ടുകെട്ട് എന്ന് പറയുന്നതിനൊക്കെയും കൂട്ടുകെട്ട് എന്ന് നിങ്ങൾ പറയരുത്. അവർ ഭയപ്പെടുന്നതിനെ നിങ്ങൾ ഭയപ്പെടരുത്, ഭ്രമിച്ചു പോകുകയുമരുത്. സൈന്യങ്ങളുടെ യഹോവയെ ശുദ്ധീകരിപ്പിൻ. അവൻ തന്നെ നിങ്ങളുടെ ഭയവും നിങ്ങളുടെ ഭീതിയുമായിരിക്കട്ടെ. എന്നാൽ അവൻ ഒരു വിശുദ്ധ മന്ദിരമായിരിക്കും. എങ്കിലും ഇസ്രയേൽ ഗൃഹത്തിന് രണ്ടിനും അവൻ ഒരു ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയും യെരൂശലേം നിവാസികൾക്ക് ഒരു കുടുക്കും കണിയും ആയിരിക്കും. പലരും അതിന്മേൽ തട്ടിവീണ് തകർന്നു പോകുകയും കണിയിൽ കുടുങ്ങി പിടിപെടുകയും ചെയ്യും. സാക്ഷ്യം പൊതിഞ്ഞുകെട്ടുക. എന്റെ ശിഷ്യന്മാരുടെ ഇടയിൽ ഉപദേശം മുദ്രയിട്ട് വയ്ക്കുക. ഞാനോ യാക്കോബ് ഗൃഹത്തിന് തന്റെ മുഖം മറച്ചു കളഞ്ഞ യഹോവയ്ക്കായി കാത്തിരിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യും. ഇതാ, ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും സിയോൻ പർവ്വതത്തിൽ അധിവസിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാൽ ഇസ്രയേലിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ആയിരിക്കുന്നു. വെളിച്ചപ്പാടന്മാരോട് ചിലയ്ക്കുകയും ജപിക്കുകയും ചെയ്യുന്നവരായ ലക്ഷണവാദികളോടും അരുളപ്പാട് ചോദിപ്പിൻ എന്ന് അവർ നിങ്ങളോട് പറയുന്നുവെങ്കിൽ, ജനം തങ്ങളുടെ ദൈവത്തോടല്ലയോ ചോദിക്കേണ്ടത്? ജീവനുള്ളവർക്കും വേണ്ടി മരിച്ചവരോടോ ചോദിക്കേണ്ടത്? ഉപദേശത്തിനും സാക്ഷ്യത്തിനും വരുവിൻ. അവർ ഈ വാക്കുപോലെ പറയുന്നില്ലെങ്കിൽ അവർക്കും അരുണോദയം ഉണ്ടാകയില്ല. അവർ ഏറ്റവും വലഞ്ഞും വിശന്നും ദേശത്തുകൂടി കടന്നുപോകും. അവർക്കും വിശക്കുമ്പോൾ അവർ മുഷിഞ്ഞ് തങ്ങളുടെ രാജാവിനെയും തങ്ങളുടെ ദൈവത്തെയും ശപിച്ച് മുഖം മേലോട്ട് തിരിക്കും. അവർ ഭൂമിയിൽ നോക്കുമ്പോൾ കഷ്ടതയും അന്ധകാരവും സങ്കടമുള്ള തിമിരവും കാണും. കൂരിരുട്ടിലേക്ക് അവരെ തള്ളിക്കളയും.